നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ആൻസിയാണ്. എന്താണ് എങ്ങനെയാണെന്നൊക്കെ അവരെ കൊണ്ടാണല്ലോ ഞാൻ പറയിപ്പിക്കാറ്. പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരുന്നതിൻ്റെ ഒപ്പം മറ്റുള്ള ആളുകൾക്കും കൂടി അവസരം നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരാളും കൂടിയാണ് ആൻസി. അപ്പോൾ ആൻസിയെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ആൻസി എനിക്ക് തോന്നുന്നു മുമ്പ് വേറൊരു പ്രൊഫഷനായിരുന്നു അല്ലേ? അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ? ഞാൻ റേഡിയോഗ്രാഫർ ആയിരുന്നു. ഓക്കെ. കുറച്ച് നാളാണ് വർക്ക് ചെയ്തിട്ടുള്ളൂ. റേഡിയോഗ്രാഫറായിട്ട് നാട്ടിൽ തന്നെയാണോ വർക്ക് ചെയ്തത്? നാട്ടിൽ തന്നെയായിരുന്നു. ഓക്കെ ഓക്കെ. ഒരു 1 ഇയർ ആണ് വർക്ക് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഫാമിലി നോക്കാൻ പറ്റാത്ത ഒരു ഇത് വന്നപ്പോൾ ഞാനത് ലീവ് ചെയ്തു. ഓക്കെ ഓക്കെ. ഇവിടെ നാട്ടിൽ തന്നെയായിരുന്നു അതോ പുറമെ എവിടെയെങ്കിലും ആയിരുന്നു? ഇല്ല, നാട്ടിൽ തന്നെയായിരുന്നു. നാട്ടിലായിരുന്നു. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഓണ്ടർപ്രണർ എന്നുള്ളൊരു ലെവലിലേക്ക് ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിലേക്ക് പെട്ടെന്ന് എത്തിപ്പെട്ടതാണ്. അങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വരവല്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്തിരുന്ന ഒരു ചെറിയൊരു സംരംഭമായിരുന്നു. അതൊന്ന് വൈഡാക്കിയിട്ട് എടുത്തു. ഉമ്മച്ചീസ് ഇതല്ലേ ബ്രാൻഡിന്? ഇപ്പം എനിക്ക് തോന്നുന്നത് ഉമ്മച്ചീസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെയൊക്കെ ഇവിടെ തൃശ്ശൂരിൽ ഒരുവിധം സ്ഥലങ്ങളും പിന്നെ പുറമെ എവിടെയൊക്കെ എല്ലാ ഒരുവിധം സൂപ്പർ മാർക്കറ്റുകളിലും അത്യാവശ്യം മോളുകളിലൊക്കെ ഇപ്പം നമുക്കതിൻ്റെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് അയച്ചു തന്ന സമയത്താണ് ഞാനത് കിട്ടിയിട്ട് കുറച്ച് സമയം വരെ ഉപയോഗിച്ച് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ ശേഷം ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, റിവ്യൂവും കാര്യമൊക്കെ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഇതിപ്പോൾ നമുക്ക് ഓണ്ടർപ്രണർഷിപ്പ് കുറേ പേര് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം പല ആളുകളും ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി എനിക്ക് ആഗ്രഹം ആൻസി എന്നൊരാൾക്ക് പ്രത്യേകിച്ച് ഒരു ഞാനൊരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പം ഇന്നൊരു കാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ജെൻഡർ ഇതിലല്ല പറയുന്നത്. പക്ഷേ എനിക്ക് എന്നാലും തോന്നിയിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ബിസിനസ് എന്നൊരു ലെവലിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ അടങ്ങി ഒതുങ്ങി താമസിച്ചാൽ പോരെ. പ്രത്യേകിച്ച് ആദ്യം ഒരു റേഡിയോഗ്രാഫറുടെ ലെവലിൽ ജോലി ചെയ്തിട്ട് പോലും ഫാമിലി കാരണം കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇതിലേക്ക് കയറി വരുമ്പോൾ ശരിക്കും നല്ല ബുദ്ധിമുട്ട് നേരിട്ടുണ്ടാവും അല്ലേ? ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബിസിനസ് എന്നൊരു രീതിയിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ വീട്ടിൽ എന്തായിരുന്നു ആദ്യം, അതും കൂടി പറഞ്ഞാലായിരിക്കും ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുക. ആദ്യം വീട്ടിലങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് കുറവായിരുന്നു. കാരണം തുടക്കത്തിൽ നമ്മൾ വീട്ടിൽ തന്നെയാണ് ചെയ്തിരുന്നത്. ഓക്കെ ഓക്കെ. വീട്ടിൽ തന്നെ ചെയ്തിരുന്നു. വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു സ്മോൾ സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ്. നമ്മളുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് ഹെയർ ഓയിൽ ആയിരുന്നു. ഉമ്മച്ചീസിന്റെ ഹെയർ ഓയിൽ ഫസ്റ്റ് ഒക്കെ ചേച്ചിട്ടുള്ളത്. അത് ഞാൻ ഉപയോഗിക്കുമ്പോൾ ഞാൻ അധികം എണ്ണ ഉപയോഗിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് ഒരു കാര്യം ഞാൻ 100% എനിക്ക് നല്ലോണം പറയാൻ പറ്റൂട്ടോ. എനിക്ക് തരുന്ന സമയത്തും അത് ഞാൻ പറയുന്നത് വെച്ചാൽ ഫേസ് ഓയിലും ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ ഹെയർ ഓയിലും എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മറ്റുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ആൻസിയെ പരിചയപ്പെടുന്നത്. അതിന് ശേഷം എനിക്കിത് തന്നപ്പോൾ അതിൽ എനിക്ക് കണ്ടത് അത് കുറേ കാലം അത് അതേ രീതിയിൽ അതിൻ്റെ സ്മെല്ലൊന്നും നഷ്ടപ്പെടാതെ അങ്ങനെ തന്നെയാണ് അതിരിക്കുക. പിന്നെ ഞാൻ പൊതുവേ എണ്ണ തേക്കുന്നത് കുറവാണെന്ന് അന്നും പറഞ്ഞിരുന്നു. എനിക്ക് ചിലപ്പോൾ അലർജി ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ചിട്ട് എനിക്കത് ഭയങ്കര ഈസി ആയിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, ആ സമയത്ത് മുടി എനിക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ല ഇപ്പോഴും PCOD അങ്ങനെ പല പ്രശ്നങ്ങളും കാണുകൊണ്ടാണ്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു എണ്ണ തേക്കുമ്പോൾ സാധാരണ ഒരു സ്മെല്ലിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. പിന്നെ കുറച്ച് ദിവസം നമ്മുടെ ഈ എണ്ണ നമ്മുടെ ബാത്റൂമിൽ ഇരുന്നാൽ തന്നെ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് തോന്നാറ്. അതൊന്നും എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല കേട്ടോ ഒരു ഇതിൽ. കാരണം ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് എണ്ണ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. പക്ഷേ ഞാൻ ആ ഒരു സമയത്ത് റിവ്യൂ പറയുന്നതിൻ്റെ സമയത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അത് ഉപയോഗിച്ചിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയവർ ഞാനും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ചേച്ചി ആ റിവ്യൂ ചെയ്തേ പിന്നെ എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനെ ഉപയോഗിക്കാത്ത ഒരാളാണ്. പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കണമല്ലോ. പ്രത്യേകിച്ച് ഈ കോസ്മെറ്റിക്സും ആണെങ്കിലും ഏതൊരു ഐറ്റം ആണെങ്കിലും നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ഓക്കെ ആണെങ്കിലും ഓരോ ആളുകളുടെയും സ്കിന്നിന് വ്യത്യാസമാണ്. പക്ഷെ ഇതൊരു പരമ്പരാഗതമായിട്ട് തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ആൻസിയിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ ആ ചെയ്യുന്നൊരു വർക്കിൽ നമുക്ക് തോന്നുമല്ലോ
പോലെ ഒരു സിൻസിയറായിട്ട് അത് ചെയ്യണോ എന്നുള്ളത്. അത് അന്ന് എന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആൻസി നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചത്. ഒരു ബിസിനസ്സിൻ്റെ ഓണ്ടർപ്രണർ അതൊക്കെ ഒരു വേറൊരു ലെവല്. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു വീട്ടിലുണ്ടായിരുന്ന ഒരു സംരംഭം എന്ന് പറഞ്ഞാൽ അപ്പോഴും ചെയ്തു കൊടുത്തിരുന്നു മുമ്പേ. ഉമ്മച്ചി അങ്ങനെ ചെയ്തു കൊടുത്തിരുന്നത് അടുത്തുള്ള ആളുകൾക്കൊക്കെ ആയിരുന്നു, റിലേറ്റീവ്സിനും. ഓക്കെ ഓക്കെ. പിന്നെ അത് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ ഞാനും കൂടി അതിലേക്ക് ഇൻവോൾവ് ആയി. പിന്നെ പ്രൊഡക്ട്സ് കൂടുതൽ ആഡ് ചെയ്തു. സ്കിൻ കെയർ ഓയിൽസിൽ തന്നെ കാറ്റഗറീസ് ചെയ്തു. സ്കിൻ കെയർ ഓയിൽ അതാ ഞാൻ പറഞ്ഞത്. സ്കിൻ കെയർ ഓയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ. ശരിക്കും ഈ കുരുവൊക്കെ വരുന്നില്ലേ നമുക്ക് ഓയിൽ മുഖത്ത് തേക്കുമ്പോൾ. ഇടയിലൊക്കെ പണ്ട് ഓരോ ഓയിലുകളൊക്കെ ഇറങ്ങിയിരുന്നു, ഒന്നിൻ്റെ പേരൊന്നും പറയണില്ല. ഈ ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ സ്കിന്ന് നന്നാവും അങ്ങനെയൊക്കെ പറയുന്നവർ കുറേ ഒക്കെ ആയുർവേദ പേരുകളൊക്കെ ഉള്ളതൊക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ തേക്കുമ്പോഴും നമ്മൾ എപ്പോഴും നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുക്കൾ വരും, നമ്മുടെ മുഖത്ത് പിമ്പിൾസ് ഒക്കെ വരുമായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യവും ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ച് കുറേ സമയം വരെ സ്റ്റിൽ എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ ഓയിലി സ്കിന്നുള്ളവർക്കും വരെ യൂസ് ചെയ്യാം. കുറേ വർഷമായില്ലേ ഇപ്പോൾ ഒരു 7 വർഷത്തോളമായി. അത്രയും വർഷമുണ്ട്. അപ്പോൾ എനിക്ക് മുമ്പ് ധൈര്യമായിട്ട് പറയാമല്ലോ. അത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊഫഷൻ ഇതിലേക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? റേഡിയോഗ്രഫി ആ പ്രൊഫഷനും ഇതിലേക്ക് സയന്റിഫിക് ആയിട്ട് വരുമ്പോൾ സയന്റിഫിക് ആയിട്ട് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് അതിനൊരു ബേസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ കോസ്മെറ്റോളജിയിലേക്ക് നമ്മൾ ഇറങ്ങിയപ്പോൾ നമുക്ക് സ്കിന്നിന്റെ ടെക്സ്ചേഴ്സ്, കാര്യങ്ങൾ, സ്കിന്നിന്റെ ലെയേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് ഒരു ബേസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഓയിൽസ് കാറ്റഗറി മാത്രമാണ് ചെയ്തിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ചും കൂടി ക്രീംസ്, ലോഷൻസ്, ജെൽസ് അങ്ങനെയുള്ള സ്കിൻ കെയർ എന്നുള്ള റേഞ്ചിലേക്ക് കുറച്ചും കൂടി ഇറങ്ങിയത്. കാരണം ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ കൂടുതൽ നമ്മൾ സ്റ്റഡി ചെയ്യണം. നമ്മൾ കുറച്ചും കൂടി ഒരു ഈ അടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു വെളുക്കുക എന്നുള്ളത് ആവശ്യമായിട്ടായിരിക്കില്ല ആൾക്കാർ കൂടുതൽ. അതാണ് എനിക്കിപ്പോഴും എൻക്വയറി വരുന്ന, എനിക്ക് എൻ്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് കുങ്കുമാതി ക്രീമാണ്. കുങ്കുമാതി ക്രീമിന്റെ ആഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അതാണ്, വെളുക്കുവോ? അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ആഡ് ഇടുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയും വെളുക്കുക എന്നുള്ളത് ഒരു പ്രയോറിറ്റി ആണ് ആൾക്കാർക്ക്. ഈ വെളുക്കുക എന്നുള്ളതല്ല കേട്ടോ പ്രധാനം, വെളുക്കുന്നതല്ല, നമ്മുടെ സ്കിൻ ഏറ്റവും ഹെൽത്തി ആയിട്ട് ഇരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അത് ആളുകൾ പോകുന്നത്. ഞാനത് എപ്പോഴും ആൾക്കാരുടെ അടുത്ത് ഞാനായാലും പറയുന്ന ഒരു കാര്യം, എന്താണ് നമ്മളുടെ സ്കിന്ന് എന്ന് വെച്ചാൽ അതിനെ കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻസിന് തന്നെ ഒരു ബ്രൗണിഷ് സ്കിൻ ടോൺ ആണ്. വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഒരു വൈറ്റിഷ് കളർ ഉണ്ടാവുള്ളൂ. നമ്മളുടെ ഇന്ത്യൻസിൻ്റെ സ്കിൻ ടോൺ എന്ന് വെച്ചാൽ ഒരു ബ്രൗണിഷ് സ്കിൻ ടോൺ ആണ്. നമ്മൾക്ക് അതിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ്. ആ ഉള്ള സ്കിൻ നമുക്ക് എങ്ങനെ പിമ്പിൾസ് വരാതെ അല്ലെങ്കിൽ ഈ കറുത്ത പാടുകൾ വരാതെ പിഗ്മെൻറ്റേഷൻ വരാതെ ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ബ്രാൻഡ് കൊണ്ട് ഞാൻ ആൾക്കാരിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. അതല്ലാതെ ഒരു വൈറ്റനിങ് എന്നുള്ള വേർഡ് ഞാൻ എവിടെയും ഞാൻ യൂസ് ചെയ്യാറില്ല. നല്ലൊരു കാര്യമാണ് കേട്ടോ അത്. ഇങ്ങനൊരു ഉമ്മച്ചീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുടെ ഭാഗത്തുനിന്നും ബാക്കി ഇപ്പോൾ റിലേറ്റീവ്സ് അങ്ങനെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്നൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നോ? അതോ താഴോട്ട് പിടിച്ചു കളിക്കുന്നവരാണോ ഉണ്ടായിരുന്നത്? പ്രത്യേകിച്ച് കൊറോണ കാലം ഒക്കെ ആയിരുന്നല്ലോ ആ ഒരു ഇടയിലുള്ള സമയം ഇത് കൊണ്ടുവരുന്ന ഒരു സമയത്ത്. അത് എനിക്ക് ഒരു ന്യൂട്രൽ ഫേസ് ആയിരുന്നു ആക്ച്വലി. അതായത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നില്ല, എന്നാൽ ചെയ്യണതിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാൽ വലിയ സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് തന്നെയായിരുന്നു സ്റ്റാർട്ടിങ്ങിലെ സപ്പോർട്ട്. അപ്പോൾ വീട്ടുകാരെല്ലാവരും ഇത് ശരിയാവോ, അല്ലെങ്കിൽ നീ ചെയ്താൽ ശരിയാവോ, പിന്നെ ആസ് എ ലേഡി അതാണ് മെയിനായിട്ട് പറഞ്ഞിരുന്നത്. പെണ്ണാണല്ലോ, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണ്ടേ, അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് എപ്പോഴും അവിടെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ പറയുമ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട്, നീ ഒരു ഫസ്റ്റ് ലെവല് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ആരും നിന്നെ സപ്പോർട്ട് ചെയ്യില്ല. അതായത് ഒരു ലെവല് കഴിഞ്ഞ് തുടങ്ങുമ്പോൾ മാത്രമേ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തുടങ്ങുള്ളൂ. നീ അതിൽ നിനക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മറ്റുള്ളവർക്ക് തോന്നണം, അപ്പോഴാണ് അവർ സപ്പോർട്ട് ചെയ്ത് തുടങ്ങുള്ളൂ എന്നൊരു വാക്ക് എൻ്റെ എപ്പോഴും പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. അത് ശരിയാണ്, 100% ശരിയാണ്. കാരണം ഞാൻ ഒരു ലെവല് കടന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. അതായത് കുഴപ്പമില്ല, ഇവളെ കൊണ്ട് പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്, പിന്നെയാണ് അവർ മറ്റുള്ളവരോട് പറയുള്ളൂ. അല്ലെങ്കിൽ അവർ ഇതുപോലെ ചെയ്യുന്നുണ്ട്, ഇന്നപോലെ ചെയ്യുന്നുണ്ട്,
കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് എന്നുള്ളത്, അങ്ങനെയാണ് നമുക്ക് സപ്പോർട്ട് കിട്ടി തുടങ്ങിയത്. അത് ഈവൻ ഫാമിലിയിൽ നിന്നാണെങ്കിൽ പോലും അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ഓൺട്രപ്രണേഴ്സ് ലേഡീസ് അങ്ങനെയുള്ളവർക്കും സെയിം എക്സ്പീരിയൻസ് തന്നെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ആസ് എ വുമൺ ആണ് കൂടുതലും നമ്മളിത് ഫേസ് ചെയ്യുക. കാരണം നമുക്ക് ഫാമിലി ഉണ്ട്, അത് നോക്കണം, വീട് നോക്കണം, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, അത് കഴിഞ്ഞ് നമ്മളുടെ ബിസിനസ് നോക്കണം. നമ്മളെല്ലായിടത്തും ഈക്വലി ഇൻവോൾവ്ഡ് ആവേണ്ട ആൾക്കാരാണ്. അപ്പോൾ മറ്റുള്ളവർക്കാണെങ്കിൽ ഈവൻ ജെൻസിനാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല, അവർക്ക് ബിസിനസ് ആണെങ്കിൽ ബിസിനസ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഈക്വലി നമ്മളെല്ലായിടത്തും ഇൻവോൾവ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് അതൊരു വലിയൊരു പോയിൻ്റാണ്. ഓക്കെ.